ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഒരു 2-3 ആഴ്ച മുൻപായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് ഇട്ടിരുന്നു. അത് എൻ്റെ ജോബായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഞാൻ ഇപ്പോൾ ഒമാനിൽ വർക്ക് ചെയ്യുന്നു, ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീൽസ് ആയിരുന്നു. ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ റീല്. അപ്പോൾ ആ റീല് കണ്ടിട്ട് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നും ഒരു മെസ്സേജെങ്കിലും എനിക്ക് ഉണ്ടാവും. എന്താണ് പഠിച്ചത്, എങ്ങനെയാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആവുക, എങ്ങനെയാണ് ഒമാനിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആവാൻ സാധിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ദിവസം ഒരു മെസ്സേജെങ്കിലും എനിക്ക് ഉണ്ടാവാതിരിക്കില്ല. അതിൽ നിന്ന് 2-3 പേര് എന്നോട് സജസ്റ്റ് ചെയ്തു ഒരു വീഡിയോ ചെയ്തുകൂടെ, എങ്ങനെയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എനിക്കിവിടെ ഒമാനിൽ ജോബ് കിട്ടിയ ആ ഒരു ജേണിയാണ് ഞാനിവിടെ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. 8 മാസത്തോളമായി ഇവിടെ ജോലിക്ക് കയറിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതല്ല അതിന് മുൻപുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ ജോബിന് കയറുമ്പോൾ എങ്ങനെയായിരുന്നു അതാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. ആദ്യം മുതലേ തുടങ്ങാം. ഞാൻ പഠിച്ചത് BSc ഒപ്റ്റോമെട്രി ആണ്. അത് പഠിച്ചത് പെരിന്തൽമണ്ണയിലുള്ള അൽസലാമ എന്ന് പറഞ്ഞ കോളേജിലാണ്. ഇപ്പോൾ അത് അബേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മുൻപത്തെ പേരായിരുന്നു അൽസലാമ. അവിടെയാണ് ഞാൻ പഠിച്ചത്. 4 ഇയേഴ്സിൻ്റെ കോഴ്സാണ് ഒപ്റ്റോമെട്രി. നമ്മൾ +2 ബയോളജി സയൻസ് ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റോമെട്രിക്ക് അഡ്മിഷൻ കിട്ടും. പല യൂണിവേഴ്സിറ്റികളുണ്ട് കേട്ടോ. ഞാൻ പഠിച്ചത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ആയിരുന്നു, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അളഗപ്പ, അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്കിവിടെ ഒപ്റ്റോമെട്രിയുടെ കോഴ്സ് വരുന്നത് 4 ഇയേഴ്സ് ആണ്. അതിൽ 3 ഇയേഴ്സ് കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പും ആണ്. അതിൽ 3 ഇയേഴ്സ് ഞാൻ അൽസലാമയിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഹോസ്റ്റലിൽ നിന്നായിരുന്നു 3 ഇയേഴ്സ് ഞാൻ പഠിച്ചത്. അതിനുശേഷം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും അടുത്തുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. നമുക്കത് ഇഷ്ടമുള്ളിടത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒമാനിലോട്ട് വന്നിരുന്നു ഒരു വെക്കേഷനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒമാനൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ള ആളുകൾ തന്നെ, വിദേശികളെ നമ്മൾ എടുക്കുന്നില്ല, പുതിയ വിസ അടിക്കുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ കേട്ടത്. പിന്നെ അത് മാത്രമല്ല, എക്സാമും ഡാറ്റ ഫ്ലോയും ഇല്ലാതെ ഒരാൾക്കും ജോലി കിട്ടില്ല എന്ന് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ നേരെ നാട്ടിലോട്ട് പോയി. അവിടുന്ന് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആക്കി. ഞാനവിടെ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഐ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആദ്യം ഒമാനിലോട്ട് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒമാൻ പ്രോമെട്രി എക്സാം കമ്പൾസറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയതിനു ശേഷം എൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ട് അങ്കമാലിയിൽ, സെൻറ്റ് പോൾസ് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട്, കുറേ ആളുകൾ അവിടെ നിന്ന് പാസ്സായി വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ഞാൻ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തത്. ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ 15 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ, അങ്ങനെ എന്തോ ആണ്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ 1 മാസത്തെ ക്ലാസ് ആയിരിക്കും. സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും 1 അവർ ക്ലാസ് ഉണ്ടാകും. സമയം നമുക്ക് സെലക്ട് ചെയ്യാം. 3 നേരമാണോ ക്ലാസ്സുകൾ, നമുക്ക് രാവിലെയാണ് സൗകര്യം രാവിലെ സെലക്ട് ചെയ്യാം, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, അങ്ങനെയാണ്. ഇപ്പം ഞാൻ രാവിലെ ഒരു 7 മുതൽ 8 വരെ ആ ഒരു ടൈമാണ് സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ 1 മന്ത് കോച്ചിങ് നടത്തിയിരുന്നു. ജൂൺ 1 മുതൽ ജൂൺ 30 വരെ സെൻറ്റ് പോൾസിൽ കോച്ചിങ് ഉണ്ടായിരുന്നു എനിക്ക് ഓൺലൈനായിട്ട്. എനിക്കപ്പോൾ ജൂലൈയിൽ തന്നെ എക്സാം എഴുതണമായിരുന്നു, കാരണം എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ജൂലൈയിൽ എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. എക്സാമിന് ഒരാഴ്ച മുമ്പ് നോക്കിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് സെൻറ്റർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജൂണിൽ കോച്ചിങ്ങിന് ചേർന്നൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എക്സാമിന് ഡേറ്റ് എടുത്തു. നോർമലി അങ്ങനെ ആരും എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവരും കോച്ചിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും ഡേറ്റ് എടുക്കുക. പക്ഷേ എനിക്ക് തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജൂൺ ഒരു പകുതി ആയില്ല, അതിന് മുൻപ് തന്നെ ആയിട്ട് എക്സാമിന് ഡേറ്റ് എടുത്തു. ജൂൺ 30 ക്ലാസ് കഴിഞ്ഞു. ജൂലൈ 10 എൻ്റെ എക്സാം ഡേറ്റ് വന്നിരുന്നത്. അങ്ങനെ ഞാൻ ജൂലൈ 10 എക്സാം എഴുതി. പിന്നെ സെൻറ്റ് പോൾസിലെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നല്ല കോച്ചിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചില സമയത്ത് ഒരു സ്പീഡ് വരും. നമ്മൾ 4 ഇയർ പഠിച്ച ആ ഒരു സംഭവം നമുക്ക് 1 മന്ത് കൊണ്ട് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് തന്നെ പഠിക്കാന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ എക്സാം എഴുതി. നമുക്ക് ഓപ്ഷനൊക്കെ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 50% മേലെയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 50%, ചില സമയത്ത് 50% മേലെ വേണം പാസ്സാവാൻ, അല്ലെങ്കിൽ 60%, അങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെപ്പറ്റി. ഞാൻ വിചാരിച്ചത് പിറ്റേ ദിവസമായിരിക്കും റിസൾട്ട് വരാം, കാരണം DH ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. എക്സാം എഴുതി അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് തരും അവർ. റിസൾട്ട് നമ്മുടെ കയ്യിൽ തരാ ചെയ്യുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഞാനത് പാസ്സായി.
പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഡാറ്റ ഫ്ലോ ചെയ്തിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തത് ഒരു കാർഡ് എടുത്തതാണ്, ജസീൽ എന്ന് പറഞ്ഞിട്ട്. ആ ഇക്കാടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ, ആൾ പെട്ടെന്ന് ചെയ്തു തന്നു എല്ലാവരും. ഞാൻ കുറേ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തിരുന്നു, അവരൊക്കെ പറഞ്ഞു എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്തു തന്നു, പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഇക്കാടെ നമ്പർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടത് 2 years എക്സ്പീരിയൻസ് ആയിരുന്നു. 2 years എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ നമ്മുടെ SSLC +2 അങ്ങനെയുള്ളതൊക്കെ വേണം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾ ആ ഇക്കാക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. ഡാറ്റ ഫ്ലോയ്ക്ക് റേറ്റ് ആയത് എനിക്ക് തോന്നുന്നു 23,000 ആണെന്ന് തോന്നുന്നു. 23-24 ആ ഒരു റേഞ്ചായിരുന്നു. 25,000 താഴെയായിരുന്നു. ആ ഒരു റേഞ്ചായിരുന്നു ഡാറ്റ ഫ്ലോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എക്സാമിന് വന്നത് 21,000 22,000 ആ ഒരു റേഞ്ചായിരുന്നു എക്സാമിന് വന്നത്. ജൂലൈ 10 എക്സാം പാസ്സായി. പിന്നെ ഒരു 1 month ഞാൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഗസ്റ്റ് 17 ഇവിടേക്ക് ഒമാനിലോട്ട് എത്തിയത്. ഞാൻ CV ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ CV ഒക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിന് ഞാനത് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആളത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് ഓരോ ക്ലിനിക്കുകളിലൊക്കെ നേരിട്ട് കൊടുത്തിരുന്നു കൊണ്ട്. അപ്പോൾ ഞാൻ ക്ലിനിക്കിലാണ് മെയിനായിട്ട് നോക്കിയിരുന്നത്, ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലാണ് ഞാൻ നോക്കിയിരുന്നത് ജോബ്. അത് കിട്ടിയില്ലെങ്കിൽ ഷോപ്പുകളിൽ നോക്കാമെന്ന് വെച്ചിട്ടാണ് ഒമാനിൽ ഓഗസ്റ്റ് 17 എത്തുക ചെയ്തത്. ഞാനും ഹസ്ബൻഡും കൂടി 2-3 ക്ലിനിക്കുകളിലൊക്കെ പോയി കൊടുത്തിരുന്നു നേരിട്ട്. അപ്പോൾ മിക്ക ക്ലിനിക്കുകളിലായാലും ഹോസ്പിറ്റൽസിലായാലും പറയുന്നത് വേക്കൻസി ഇല്ല എന്നുള്ളതാണ്. അവിടെ ആളുണ്ട്, അപ്പോൾ വേക്കൻസി ഇല്ല, ഉണ്ടാകുമ്പോൾ അറിയിക്കാം എന്നുള്ള കാര്യമായിരുന്നു കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ അവർ ഒപ്റ്റോമെട്രി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ടില്ല, അവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 5-6 മാസം ടൈം വേണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിസിറ്റിങ്ങിനാണ് വന്നത്. അപ്പോൾ 3 month മാത്രമേ നമുക്ക് വിസിറ്റിംഗ് ഉള്ളൂ, കൂടിപ്പോയാൽ 4 month, അതിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ അത് വെയിറ്റ് ചെയ്ത് നിന്നില്ല. വേറൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ആവശ്യമുണ്ട്, ഇപ്പോഴല്ല, ഒരു 3 month കഴിയുമ്പോഴാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 3 month ഇനി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വൈവ് ഇവിടെ അറ്റൻഡ് ചെയ്യാനുണ്ടൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യം, അപ്പോൾ 3 month അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ പിന്നെയും ഓരോ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റൽസിലൊക്കെ CV മെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ക്ലിനിക്കുകൾ ഞാൻ ഗൂഗിളിൽ തപ്പി കുറേ ക്ലിനിക്കുകളുടെ മെയിലൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എനിക്ക് കോള് വന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലത്തെ ഡോക്ടറായിരുന്നു കോൾ ചെയ്തത്. ഡോക്ടർ തന്നെയാണ് അതിൻ്റെ ഓണറും കേട്ടോ. അപ്പോൾ ആളായിരുന്നു കോൾ ചെയ്തത്. ആൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വന്ന് ക്ലിനിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞു. സ്ഥലം ചോദിച്ചപ്പോൾ സ്ഥലം നിസ്വ എന്നുള്ള സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനൊപ്പമായിരുന്നു, ആൾ മസ്കറ്റിലാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിസ്വേ മസ്കറ്റ് നല്ല ദൂരമുണ്ട്, ഒരു 1.5-2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന്. ഡോക്ടറാണെങ്കിൽ 2-3 വട്ടം നമ്മളെ വിളിച്ചോട്ടെ ഇങ്ങോട്ട്, വീട്ടുകാരായിട്ടും ഹസ്ബൻഡായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും ജോബ് കിട്ടിയതല്ലേ. ഡോക്ടർ ഇങ്ങോട്ടായിട്ട് കോൾ ചെയ്തു, 2-3 വട്ടം കോൾ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി. എന്തായാലും ഇങ്ങോട്ടായിട്ട് വന്നൊരു ഇതല്ലേ, അപ്പം അത് വെറുതെ കളയണ്ട, ദൂരമാണെന്ന് വെച്ചിട്ട് അത് കളയാൻ നിൽക്കണ്ട, എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, ഞാനും ഉമ്മച്ചിയും പാപ്പിച്ചിയും പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂടി പോയി. അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി. ഡോക്ടറായാലും നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ആളാണ്. സ്റ്റാഫായാലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ പോകാം. പക്ഷേ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ആ ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനായിട്ട് കിട്ടിയ അവസരം ഞാനായിട്ട് തട്ടിത്തെറിപ്പിക്കേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാനിവിടെ ജോയിൻ ചെയ്തത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 16 അതായത് ഓഗസ്റ്റ് 17 ഞാൻ ഒമാനിലെത്തി. കറക്റ്റ് 1 month ആയപ്പോഴേക്കും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. സെപ്റ്റംബർ 16 ആയിരുന്നു ഞാനിവിടെ എൻ്റെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്തത്. ഇവിടുത്തെ ക്ലിനിക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. സ്റ്റാഫായാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. എനിക്ക് നല്ല ഇഷ്ടമാണ്. മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഒമാനിൽ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വൈവേയും പ്രാക്ടിക്കലും ഉണ്ട്. അത് നമ്മൾ മിനിസ്ട്രിയിലാണ്, മസ്കറ്റിൽ മിനിസ്ട്രിയിലാണ് നടക്കുന്നത്. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവരാണ് നമുക്ക് ഡേറ്റ് ഒക്കെ എടുത്തു തരാം.
അങ്ങനെ എനിക്ക് അവർ ഡേറ്റ് എടുത്ത് തന്നു. എനിക്ക് ഡേറ്റ് കിട്ടിയത് ഒക്ടോബർ 31 ആയിരുന്നു. അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ വൈവയ്ക്ക് പോവുകയാണ് ചെയ്തത്. സ്കെറ്റിൽ ഒരു മിനിസ്ട്രി ഹോസ്പിറ്റലിലായിരുന്നു നമുക്ക് വൈവയും പ്രാക്ടിക്കലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. നമുക്ക് പ്രാക്ടിക്കലിൽ വരുന്നത് മാനുവൽ ലെൻസോമീറ്റർ ആണ്. നമുക്കൊരു സ്പെക്സ് തരും. അതിൻ്റെ 2 ലെൻസും നമ്മൾ ന്യൂട്രൽ ചെയ്യണം. പിന്നെ വരുന്നത് റിഫ്രാക്ഷൻ ആണ്. നമുക്ക് അവിടെ വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമുക്ക് തരും. ആ പേഷ്യൻറ്റിനെ നമുക്ക് റിഫ്രാക്ഷൻ ചെയ്യണം. ഓട്ടോറഫ് എടുക്കുക, പിന്നെ റിഫ്രാക്ഷൻ ചെയ്യുക, അത്രയും മതി. ലെൻസ്കോപ്പി ഒക്കെ അവിടെ ഉണ്ട്, നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, അത്ര തന്നെ. നമുക്ക് മെയിനായിട്ടും ഓട്ടോറഫ് എടുക്കുക, റിഫ്രാക്ഷൻ ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അവിടുത്തെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടാവും. ആളായിരിക്കും നമ്മളെ നോക്കുന്നുണ്ടാവുക, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് ആളാണ് മാർക്ക് ഇടുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കഴിയുമ്പോഴായിരിക്കും വൈവ് ഉണ്ടാവുക. വൈവ് അവിടുത്തെ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. എനിക്കൊരു ലേഡി ഡോക്ടറായിരുന്നു. മെയിനായിട്ടും ഡിസീസസിനെ പറ്റിയാണ് ചോദിച്ചത്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, അങ്ങനെയുള്ള കുറച്ച് ഡിസീസസിനെ പറ്റി ചോദിച്ചു. നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് ഉള്ളതുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും അവിടെ എന്തൊക്കെ മെഷീൻസ് ആണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ല ഇപ്പോൾ ഷോപ്പിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചാൽ ലെൻസിൻ്റെ കോട്ടിങ്സ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പലരോടും പല രീതിയിലാട്ടോ. എന്നോട് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ചോദിച്ചത് കോണ്ടാക്ട് ലെൻസ്, കെരാറ്റോകോണസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതാണ് അവർ പറയുക. 1.5 മാസത്തോളം ഞാൻ എൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒന്നാമത് ആ ഒരു ടൈമിൽ നാഷണൽ ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. നാഷണൽ ഡേയുടെ ലീവൊക്കെ വന്നപ്പോൾ കുറേ ഡിലേ ആയി. അതുപോലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ അവർ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിസൾട്ട് അൽഹംദുലില്ലാ പാസ്സായി എന്നായിരുന്നു. പിന്നെ എനിക്ക് വിസ അടിക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിരുന്നു. വിസ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിസിറ്റിങ്ങിലായതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി വരണമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. ഡിസംബർ 11 ഞാൻ നാട്ടിൽ പോയത്. ഞാൻ നാട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് മെഡിക്കലൊക്കെ എടുത്തു. എറണാകുളത്തായിരുന്നു മെഡിക്കൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മെഡിക്കലൊക്കെ ഇവിടെ അയച്ചു കൊടുത്തു. പിന്നെ എനിക്ക് വിസ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരാഴ്ച ആയില്ല, അതിന് മുൻപനായിട്ട് വിസ ഒക്കെ അടിച്ച് കിട്ടി. അങ്ങനെ പിന്നെ ഞാൻ ജനുവരി 11 നാട്ടിൽ നിന്ന് ഒമാനിൽ ചെയ്തത്. ഡിസംബർ 11 നാട്ടിലോട്ട് പോയി. ജനുവരി 11 ആയപ്പോഴേക്കും ഞാൻ തിരിച്ച് ഒമാനിൽ ചെയ്തത്. അതിനിടയിൽ എനിക്ക് മാരേജ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയതായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എനിക്കൊരു മെഡിക്കൽ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മെഡിക്കൽ എടുത്തു. പിന്നെ എനിക്ക് ലേബർ കാർഡ് കിട്ടി. അതിനുശേഷം നമുക്ക് ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ലൈസൻസ് കിട്ടുകയും കൂടി ചെയ്തു. അങ്ങനെയായിരുന്നു ഇതുവരെയുള്ളൊരു ജേർണി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 8 മാസത്തോളമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ് അൽഹംദുലില്ലാ. അപ്പോൾ നല്ല സ്റ്റാഫുകളാണ്, എല്ലാം കൊണ്ടും നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോബ് നോക്കുമ്പോൾ കുറേ റിജക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ തളരാൻ നിൽക്കരുത്. എത്ര റിജക്ഷൻസ് ഉണ്ടായാലും അതിനപ്പുറം നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാകും, അത് ഉറപ്പാണ്. നമുക്കൊരു ഓഫർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ നിൽക്കരുത്. നമ്മൾ നന്നായിട്ട് ആലോചിക്കുക. നമ്മളെ തേടി വരുന്ന അവസരം നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത്. കാരണം അത് എൻ്റെ കാര്യത്തിൽ എനിക്കത് വലിയ അനുഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് അവിടെ, ഞാനിവിടെ, അങ്ങനെയാണെങ്കിൽ കൂടിയും എനിക്ക് ഇതുപോലൊരു ചാൻസ് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഇതുപോലൊരു ക്ലിനിക്ക് ഒരിക്കലും എനിക്ക് കിട്ടാൻ ചാൻസേ ഇല്ല. കാരണം ലോൺ ആലോചിച്ച് തീരുമാനം എടുക്കുക. നമ്മളെ തേടി വരുന്ന ആ ഒരു കാര്യം നമ്മളായിട്ട് തട്ടിത്തെറിപ്പിച്ച് കളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പാഠമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഒപ്റ്റോമെട്രി ജേർണി. എനിക്ക് ജോബ് കിട്ടിയത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തേക്കാം. നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാലും മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.